ഡോക്ടർ അജയകുമാർ, ഫാത്തിമ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടും ഫിസിഷ്യനുമാണ്. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ചാ വിശേഷമാവുന്നത് ഡയാലിസിസ് ആണ്. ഡയാലിസിസ് മനുഷ്യർക്ക് വേണ്ടി വരുന്നത് നമ്മുടെ വൃക്കകൾ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിൽക്കുമ്പോഴാണ്. ഈ വൃക്കയുടെ പ്രവർത്തനം ഇതുപോലെ മോശമാകുന്ന അവസ്ഥ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. ഇൻഫെക്ഷൻ കൊണ്ട് വരാം, ഡയബറ്റീസ് കൊണ്ട് വരാം, പ്രഷർ കൊണ്ട് വരാം, പാരമ്പര്യ രോഗങ്ങൾ കൊണ്ട് വരാം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നിയന്ത്രണമല്ലാത്ത ഡയബറ്റീസും പ്രഷറും കൊണ്ടുള്ള കാരണങ്ങളാണ് വൃക്ക പരാജയത്തിലോട്ട് വരുന്നത്. വൃക്കയുടെ പ്രവർത്തനം ആദ്യം മന്ദഗതിയിലാകുകയും പിന്നെ പൂർണ്ണമായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ക ചെയ്യേണ്ട ജോലി, അല്ലെങ്കിൽ നമ്മുടെ വൃക്ക ചെയ്യേണ്ട ജോലി ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും രക്തമെടുത്ത് ഈ മെഷീനിലോട്ട് കടത്തുകയും ആ രക്തം ശുദ്ധീകരിച്ചതിന് ശേഷം തിരിച്ച് ആ വ്യക്തിയുടെ ശരീരത്തിലോട്ട് കയറ്റുന്ന രീതിയിലാണ് ഈ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇതാണ് ഡയാലിസിസ് മെഷീൻ. ഫ്രെസേനിസിൻ്റെ ഡയാലിസിസ് മെഷീനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിന് പൊതുവെ ഹീമോഡയാലിസിസ് ആണ് ഇവിടെ ചെയ്തു വരുന്നത്. പേഷ്യൻസിൻ്റെ കയ്യിലൊരു ഫിസ്റ്റിലെ സർജറി ചെയ്യുകയും അതിൽ നിന്ന് ഒരു പ്യുവറായിട്ടുള്ള ബ്ലഡിനെ പുറത്തെടുക്കുകയും അത് മെഷീനിലേക്ക് കയറ്റി, ഇതാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്നത്, ഇതിൽ കൂടെ കടത്തി വിടുകയും ഇതിൽ നിന്നും പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ, പേഷ്യൻ്റെ ബ്ലഡിനെ തന്നെ തിരിച്ചവരുടെ ശരീരത്തിലേക്ക് കയറ്റുകയും ചെയ്യുന്നതാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഫെബ്രുവരി 4 ഫാത്തിമ ആശുപത്രി പൊതുജനങ്ങൾക്കായിട്ട്, പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായിട്ട് തുറന്നു കൊടുക്കുന്നത്. പിന്നീട് 3-4 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നു. ആഴ്ചയിൽ 2ഉം 3ഉം ഡയാലിസിസ് ചെയ്യേണ്ടവരാണ് ഓരോ ഡയാലിസിസ് സഹോദരങ്ങളും. അപ്പോൾ ഈ ആഴ്ചയിൽ 3 ഡയാലിസിസ് ഉള്ള ചിലരെ 3ാമത്തെ ഡയാലിസിസിന് കാണുകയില്ല. പിറ്റേ ആഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ഇവർ വരും. കാണുമ്പോൾ ചോദിക്കും, എന്തേ 3ാമത്തെ ദിവസം കണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ പൈസ ഇല്ലാഞ്ഞെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഈ ഒരു സൗജന്യ ഡയാലിസിസിനെ കുറിച്ച് പദ്ധതി ഇടുന്നതും എൻ്റെ സുഹൃത്തുക്കൾ ഇതിനെ സഹായിക്കുന്നതൊക്കെ. അങ്ങനെ അഭിമന്യ പിതാവിൻ്റെ വലിയ പ്രോത്സാഹനത്തോടുകൂടെ, അനുവാദത്തോടുകൂടെ, കൊച്ചി രൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരുടെ വലിയ സഹകരണത്തോടുകൂടെ കൊച്ചി രൂപതയിലെ 15 പള്ളികൾ സന്ദർശിച്ച് ജനങ്ങൾ ഈ ഒരു നിർധനരായ ഡയാലിസിസ് സഹോദരങ്ങൾക്ക് സൗജന്യ ഡയാലിസിസ് സൗകര്യം ഒരുക്കുവാനായിട്ട് 75 ലക്ഷം രൂപ ഈ 15 പള്ളികളിൽ നിന്നായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെയാണ് ഇവിടെ സൗജന്യ ഡയാലിസിസ് ആരംഭിക്കുന്നത്. ആദ്യത്തെ 2 വർഷവും എല്ലാവർക്കും സൗജന്യമായിട്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ട് നമ്മൾ നിർധനർക്ക് മാത്രം, ഒട്ടും ഡയാലിസിസ് ചെയ്യുവാനായിട്ട് സാമ്പത്തികമായിട്ട് വകയില്ലാത്തവർക്ക് മാത്രം ഈ ഡയാലിസിസ് നമ്മൾ ചെയ്തു വരികയാണ്. ഇത് റോബിൻ്റെ വീട് കുമ്പളങ്ങിയിലാണ്. റോബിൻ ഏതാണ്ട് 12 വർഷമായിട്ട് ഇവിടെ ഡയാലിസിസ് ചെയ്തു വരുന്നുണ്ട്. അതിൽ ഫാത്തിമയിൽ ഡയാലിസിസ് ആരംഭിച്ചിട്ട്
7-8 വർഷമായി. അതിൽ സൗജന്യ ഡയാലിസിസ് തുടങ്ങിയിട്ട് ആദ്യം മുതലേ ഉള്ള ഒരാളാണ്. സൗജന്യ ഡയാലിസിസ് 5 വർഷം പൂർത്തിയാവുന്നു. ആഴ്ചയിൽ 3 ഡയാലിസിസ് ആണ് റോബിൻ ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ റോബിൻ നിങ്ങളോട് പറയും. എനിക്ക് അസുഖം തുടങ്ങിയിട്ട് 12 വർഷമായി. 5 വർഷത്തെ ഇവിടെ ഫ്രീ ഡയാലിസിൽ സ്കീമിൽ എല്ലാത്തിലും എനിക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറേ സഹായം ചെയ്തിട്ടുണ്ട്. അതിൽ സഹായങ്ങൾ കുറേ പേര് സഹായിച്ച് അവരോട് ഒത്തിരി നന്ദി പറയുന്നിരിക്കുന്നു. പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അത് കംപ്ലൈൻ്റ് ആയി. അത് കഴിഞ്ഞ് പിന്നെയും വീണ്ടും ഡയാലിസ് ചെയ്യാൻ ഇവിടെ ഡയാലിസിസ് ഫാത്തിമ ഹോസ്പിറ്റലിലേക്ക് പിന്നെയും ഡയാലിസ് ചെയ്ത് വന്ന് തുടങ്ങിയത്. എത്ര വയസ്സ് റോബിന്? എനിക്ക് 33. ജോലി എന്തായിരുന്നു നേരത്തെ? ജോലി ടൈൽസിൻ്റെ വർക്ക് പോയിരുന്നു, തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ ജോലിക്ക് വല്ലതും? ഇല്ല, ഒന്നിനും പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ വീട്ടിൽ വേറെ സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്. തുടക്കത്തിൽ ഏതാണ്ട് 190-200 ഡയാലിസിസ് ഫ്രീ ആയിട്ട് ചെയ്യുമായിരുന്നു എല്ലാ മാസവും. ഇപ്പോഴത് 65-65നും 75നും ഇടയിൽ ഡയാലിസിസ് ഒരു മാസം നമ്മൾ ഈ സെൻറ്റർ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഈ കാലയളവിൽ 10,000-ലധികം ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യമായി ചെയ്യുവാൻ കഴിയും. അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങളാണ് ഇതിന് സാധിച്ചിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ ആരുമില്ല. 2 പെണ്ണും ഒരാണും. അവൻ നടന്നിട്ടല്ല നടക്കണം. ഇവർ ഫ്രീയൊക്കെ തന്നെ ഉണ്ട്. എന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. ഫാത്തിമ ആശുപത്രിയിൽ സൗജന്യ ഡയാലിസിസ് തുടങ്ങിയതിന് ശേഷം എല്ലാ വർഷവും ഇതിൻ്റെ ആനിവേഴ്സറി വളരെ കേമമായിട്ട് നമ്മൾ നടത്തി വരാറുണ്ട്. അത് പൊതുജനാരോഗ്യ ബോധവൽക്കരണ പരിപാടി കൂടിയാണ് ഈ സൗജന്യ ഡയാലിസിസിൻ്റെ വാർഷികം. ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് കൊച്ചിയിലുള്ള തോപ്പുംപടിയിലെ ഓൾഡ് ഹാർബർ ബ്രിഡ്ജിൽ 1 കിലോമീറ്റർ എല്ലാവരും ഈ ഒരു ആരോഗ്യത്തിലേക്കൊരു നടത്തം എന്നുള്ള സന്ദേശവുമായിട്ട് നടക്കും. അത് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് അവർക്ക് വേണ്ടിയാണ് ഈ ജനങ്ങളെല്ലാം നടക്കുന്നത് ഒരു നന്മയിലേക്കാണ്. കാരണം ചെറുതും വലുതുമായിട്ടുള്ള വലിയ സഹകരണങ്ങൾ ഈ സംരംഭങ്ങൾ വഴിയായിട്ട്, ഈ ഒത്തുകൂടൽ വഴിയായിട്ട്, ഈ വാർഷികാഘോഷങ്ങൾ വഴിയായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇതിൻ്റെ വാർഷികത്തിൽ ആരോഗ്യത്തിലേക്കുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഫാത്തിമ ആശുപത്രിയുടെ ഈ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ വാക്കത്തോൺ, സൈക്കിൾ റൈസൊക്കെ നടത്താറുണ്ട്. ഇതിനൊക്കെ വലിയ ജനപിന്തുണയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരം സന്ദേശങ്ങളിലൂടെ ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് ഏറെ സഹായകരമാവുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്ന ആശുപത്രി ഡയറക്ടർ സിജുവിനെയും അതിൻ്റെ കൂടെ നടക്കുന്നവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഏറെ പ്രയോജനകരമായ ഒരു പദ്ധതിയാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത്. ഇതിനോട് സഹകരിക്കുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് അത് പിന്നീടും തുടരുവാനായിട്ട് അവർ ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും അവർ പറയാറുണ്ട്, ഫാത്തിമ ആശുപത്രിയുടെ ഈ നല്ല നടത്തം പ്രോഗ്രാമിന് ശേഷം ഒരു ദിവസം പോലും മുടങ്ങാതെ അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ നടക്കാനായിട്ട് അവർ ശീലിച്ചു വരുന്നുണ്ടെന്ന്. അത് ഞങ്ങളെ സംബന്ധിച്ചൊരു സന്തോഷ വാർത്തയാണ്. അപ്പോൾ രോഗമുണ്ടായിട്ട് നമ്മൾ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ നല്ലത് രോഗത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ചിലർ തങ്ങളുടെ ജന്മദിനത്തിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾ നടക്കുമ്പോൾ ഒക്കെ ഒരു തുക അതിനായിട്ട് മാറ്റിവെക്കുന്നവർ ഇവിടെ കൊച്ചിയിൽ അതൊരു
ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്, ഒരു സഹകരണ സംവിധാനമായിട്ട് അത് മാറിയിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിൽ ചെയ്യാൻ വന്നതിന് ശേഷം വന്ന സമയത്ത് പൈസ കൊടുത്തായിരുന്നു ചെയ്തിരുന്നത്. അതൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടുത്തെ ഫ്രീ ഡയാലിസിസ് സ്കീമിൽ എന്നെ പെടുത്തി. അതൊരു വലിയ സഹായമാണ് ഞങ്ങൾക്ക്. കാര്യം എൻ്റെ കുടുംബത്തിൽ വേറെ വരുമാനമില്ല, ഞാനായിരുന്നു വരുമാനം. ഇപ്പോൾ ഞാൻ മാസം 8 ഡയാലിസിസ് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 4 എണ്ണം എനിക്ക് ഫ്രീ ആണ്. ബാക്കി 4 എണ്ണം അച്ഛൻ്റെ സഹായം കൊണ്ട് മറ്റുള്ള സംഘടനകൾ അവിടെ നിന്ന് കിട്ടുന്ന സഹായത്തിൽ കുറച്ചൊക്കെ അതിൻ്റെ ഒരു ഡിസ്കൗണ്ടിൽ എന്നെ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു സഹായം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ശരിക്കും ഇപ്പോൾ ഈ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകണത്. കാര്യം കുടുംബത്തിൻ്റെ ചിലവും എല്ലാം കൂടി ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ഏതാണ്ട് ഒരു 6-8 മാസങ്ങൾക്ക് മുൻപ് വൈകിട്ട് ഇതുപോലെ മറ്റൊരു വൈദികനുമായിട്ട് തോപ്പുംപടി നിൽക്കുന്ന സമയത്ത് ഒരു സഹോദരി എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ മാസ്ക് ഇട്ടിരുന്നതുകൊണ്ട് സഹോദരിക്ക് എന്നെ അത്ര വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിലും അടുത്തെത്തിയപ്പോൾ കാര്യം ഞാനാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്നോട് ചോദിച്ചു, സിജു അച്ഛനല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ അച്ഛാ, 1 മിനിറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സഹോദരി അടുത്ത കടയിൽ ചെന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ, സഞ്ചിയും മറ്റ് ഭാണ്ഡങ്ങളൊക്കെ ആ കടയിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഒരു കവറ് വാങ്ങി കവറ് കയ്യിൽ ചുരുട്ടിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛനെ ഞാൻ കുറേ നാളായി അന്വേഷിച്ച് നടക്കുന്നത്. അച്ഛൻ്റെ ആശുപത്രി വരെ വരാനായിട്ട് എനിക്ക് സൗകര്യം ലഭിച്ചിട്ടില്ല. അപ്പോൾ പലതവണയും ഞാനിങ്ങനെ ആലോചിച്ചു, തരണം ഈ ഡയാലിസിസ് രോഗികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സംഭാവന നൽകണമെന്ന് ആഗ്രഹിച്ചു. ഇന്ന് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ച് വരുന്ന വഴി ATM കയറി. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അതേ അച്ഛനെ ഇപ്പോൾ കാണുകയും ചെയ്തു. അങ്ങനെ ഇത് 2 ഡയാലിസിസിനുള്ള പൈസയുണ്ട്, 2000 രൂപയുണ്ടെന്ന് പറഞ്ഞ് ഒരു കവർ എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് സൗജന്യ ഡയാലിസിസ് ചെയ്തു കൊടുക്കാനായിട്ട് അച്ഛൻ ഇത് ഉപയോഗിക്കണം. ഒപ്പം അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്നും എന്നോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ പാവപ്പെട്ട സാഹചര്യങ്ങൾ ജീവിക്കുന്നവരും സാമ്പത്തികമായിട്ട് ഏറെ ഉന്നതിയിൽ നിൽക്കുന്നവരുമൊക്കെ ഈ സംവിധാനത്തോട് സഹകരിക്കുന്നുണ്ട്. എൻ്റെ പേര് അബ്ദുൽ നജീബ്. ഞാൻ കൽപ്പണിക്കാരനായിരുന്നു. 1 വർഷമായിട്ട് കിഡ്നിയുടെ അസുഖം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 6 മാസമായിട്ട് ഫാത്തിമയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1000 രൂപയായിരുന്നു സ്റ്റാർട്ടിങ്. കൗൺസിലർ അശ്വതി ചേച്ചി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ 600 രൂപക്ക് ചെയ്യണം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പുകാരും കൂടി ഉള്ളതുകൊണ്ട് 600 രൂപക്ക് ചെയ്യണം. ഹോസ്പിറ്റലിൻ്റെ അതിൽ വരുന്ന രൂപതയുടെ ഇടവകളിൽ നിന്നുള്ള സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അതേപോലെ ഒരുപാട് പേരുടെ സഹായങ്ങൾ, സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകൾ, ഇതെല്ലാം ശേഖരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, കൊച്ചി എന്ന് പറയുമ്പോൾ ഈ പടിഞ്ഞാറൻ മേഖലയിൽ ഒരുപാട് ഡയാലിസിസ് രോഗികളുണ്ട്. എല്ലാം പാവപ്പെട്ടവരാണ്. വളരെ നിർധനരായിട്ടുള്ള ഈ ഡയാലിസിസ് രോഗികൾക്ക് ഏറെ പ്രയോജനകരമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പിന്നീട് കോവിഡ് കാലത്ത് കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സൈക്ലത്തോൺ സംഘടിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ 3ാമത്തെ ആനിവേഴ്സറി ശരിക്കും കോവിഡിൻ്റെ സമയത്തായിരുന്നു. എന്നിട്ട് ഏതാണ്ട് 150 സൈക്ലിസ്റ്റ് പങ്കെടുക്കുന്ന 100 കിലോമീറ്റർ ചലഞ്ച് സംഘടിപ്പിച്ചു. അത് ആരോഗ്യ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുവാനായിട്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ ഒരു സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. വളരെ ചുരുങ്ങിയ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. MLA-മാരും MP-യും കൊച്ചിൻ മേയറും ഒക്കെ അതിൽ പങ്കെടുക്കുകയുണ്ടായി ഈ സൈക്ലത്തോണിൽ. അപ്പോൾ പൊതുജനാരോഗ്യം ലക്ഷ്യമാക്കി ചെയ്യുന്ന ഈ സൗജന്യ ഡയാലിസിസിൻ്റെ വാർഷികം തീർച്ചയായിട്ടും ഈ സൗജന്യ സംവിധാനം കുറേ കൂടി പൊതുജനങ്ങളിൽ എത്തിക്കുവാനായിട്ടും അവരുടെ എല്ലാവരുടെയും വലിയൊരു സഹകരണം ഇതിലേക്ക് നമുക്ക് ലഭിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ആശുപത്രി നടത്തിവരുന്ന സൗജന്യ ഡയാലിസിസിനോടനുബന്ധിച്ച് അതിൻ്റെ
ഫണ്ട് ശേഖരണാർത്ഥം കഴിഞ്ഞ ക്രിസ്മസിലും ഈ ക്രിസ്മസിലും ഒക്കെ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്രിസ്മസിൽ കേക്ക് വണ്ടി എന്നുള്ള ഒരു സംഗതി, ഒരു KURTC ബസ്, AC ബസ് ഫുള്ള് കേക്ക് നിറച്ച് പശ്ചിമ കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ പോയി അത് കേക്ക് വിറ്റ് കിട്ടിയ പൈസ ഡയാലിസിസിനായിട്ട് ഉപയോഗിച്ചു. ഈ വർഷം നമ്മൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ക്രിസ്മസിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് കൊച്ചിയെ മുഴുവനും ഉണർത്തുവാനായിട്ട് പാട്ടുവണ്ടി കുടുക്ക എന്നുള്ള ഒരു സംവിധാനമാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഡിവോഷണൽ സിംഗേഴ്സ് അതിൽ പങ്കെടുക്കും. ഒരു ക്രിസ്മസ് കരോളാണത്. ഒപ്പം ഡയാലിസിസ് രോഗികൾക്ക് ഡയലൈസറും ട്യൂബും അടങ്ങുന്ന കിറ്റ് വാങ്ങുവാനായിട്ടാണ് ഈ കുടുക്ക നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പാട്ടുവണ്ടിയാണ്, പക്ഷേ പാട്ടുവണ്ടിയുടെ പിറകിലൊരു കുടുക്കയുമുണ്ട്. ആ കുടുക്ക കൊച്ചി രൂപതയിലെ എല്ലാ വീടുകളിലും ഓരോ കുടുക്ക സൂക്ഷിച്ച് ഡിസംബർ 1 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന, നിങ്ങൾ അത്ര ശ്രദ്ധിക്കാത്ത കോയിനുകൾ നിങ്ങൾക്ക് ഈ കുടുക്കയിലിട്ട് 1 മാസം സൂക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഡയാലിസിസ് രോഗികൾക്കായിട്ട് നൽകാം. അപ്പോൾ അതാണ് പാട്ടുവണ്ടി കുടുക്ക. ഇനിയും നമുക്ക് ഒരുമിക്കാം. ഈ നടത്തത്തിലും സൈക്ലത്തോണിലും ഒക്കെ നമ്മൾ ആവേശത്തോടെ ഒരുമിക്കുന്നത് പോലെ ഈ രോഗികളെ സഹായിക്കുന്ന കാര്യത്തിലും പരിചരിക്കുന്ന കാര്യത്തിലും ഒക്കെ നമുക്ക് ഒരുമിക്കാം. അത് ദൈവം ഈ ഭൂമിയിൽ ചെയ്യുന്ന നന്മയായിട്ട് നമുക്കത് മാറ്റിയെടുക്കാം. അങ്ങനെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.